പണ്ട് കാലത്ത് ഒരു ശാപവാക്കുണ്ടായിരുന്നു ഇത്രേ. അതിങ്ങനെയാണ്: നിൻ്റെ വീട്ടിൽ എരിക്കും കുരുപ്പും കിളിർക്കട്ടെ എന്ന്. എരിക്കെന്ന് പറഞ്ഞാൽ ഈ ചെടിയാണ്, കുരുപ്പെന്ന് പറഞ്ഞാൽ വസൂരിയാണ്. അത്രയ്ക്ക് മോശമായിട്ടാണ് എരിക്കിനെ ചിലരെങ്കിലും കണ്ടിരുന്നത്. അന്നൊരു പഴമൊഴിയും ഉണ്ടായിരുന്നു: എരിക്കും പൂവ് കൊണ്ട് തേനീച്ചയ്ക്ക് എന്താ പ്രയോജനമെന്ന്. അതായത് ഒരു പ്രാണിക്ക് പോലും പ്രയോജനമില്ലാത്ത സസ്യം എന്നാണ് ആ പഴമൊഴി പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഇവിടെ താനെ ഒരു എരിക്ക് കിളിച്ച് അതിൻ്റെ പൂ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു വണ്ട് വന്നിരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തേനീച്ചയ്ക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും വണ്ടിനെങ്കിലും പ്രയോജനപ്പെടുന്നല്ലോ എന്ന്. അതിന് ആദ്യം പറഞ്ഞത് ഗൂഗിളിൽ കണ്ടതാണ്. ഈ ചെടി വന്ന ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ തിരഞ്ഞു കിട്ടിയ കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ അമ്മൂമ്മ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞു തന്നിരുന്നത്. അമ്മൂമ്മ ഇത് ഔഷധസസ്യം എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഇല തീയിൽ കാണിച്ച് ചൂടാക്കി വാട്ടി ഇങ്ങനെ ഉപ്പൂറ്റി ഇങ്ങനെ കാല് ചവിട്ടി പിടിച്ചാൽ ഉപ്പൂറ്റിയുടെ വേദന മാറുമെന്ന് അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് വിഷച്ചെടിയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കളായാലും ഇലയായാലും ചവയ്ക്കരുത്, അത് വിഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അമ്പലത്തിൽ പോകുമ്പോൾ ഈ ചെടി കാണിച്ചിട്ടുണ്ട്. ചില അമ്പലങ്ങളിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ പൂക്കൾ ശിവന് മാല കെട്ടി നേദിക്കാറുണ്ട്. ഇത് കണ്ട് ഇതിനകത്ത് കണ്ടൊരു പ്രാണിയാണ്. എൻ്റെ അമ്മോ തെയ്യം പോലെയൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെ സൂം ചെയ്തപ്പോൾ 2 കണ്ണുമൊക്കെ ഉണ്ട്. ഏതോ ജീവിയാണ്, വേറൊരു ജീവിയെ കണ്ടു. ഒന്നല്ല, ഒരുപാടുണ്ട് ഇതുപോലെ ചുവന്ന ചിലന്തികൾ, ഉറുമ്പ് ഉണ്ട്. പിന്നെ കുറേ ജീവികൾക്ക് അഭയമാണ് ഈ ചെടി. മുമ്പ് ഈ ചെടി നിറച്ച് എരിക്കുതപ്പി ശലഭങ്ങളുടെ കടുവ് പോലത്തെ പുഴുക്കളുണ്ടായിരുന്നു. എരിക്കുതപ്പി ശലഭങ്ങൾ ഈ ചെടി ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുന്നും കേട്ടോ. ഇതിൻ്റെ പൂക്കളുണ്ട്. ഇതാണ് ശിവന് മാല കിട്ടിയ നല്ല രസമുണ്ട്. ഇത് നീലയാണ്, വെള്ളപ്പൂക്കളും ഉണ്ട് നേദിക്കുന്നത്. ഇതേ പൂക്കൾ തന്നെ ഏതോ വിഭാഗക്കാർ, തമിഴ്നാട്ടിലോ തെലങ്കാനയിലുള്ള ഏതോ ജനവിഭാഗം അവരുടെ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീകളെ അപമാനിക്കാനായിട്ട് മാല കെട്ടി കഴുത്തിൽ ചാർത്തുമായിരുന്നു അത്രേ. ഇതിൻ്റെ വെള്ളപ്പൂക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതാണ്ട് ഇത് വെള്ള. ഇതിനാണ് ഔഷധ ഗുണം കൂടുതൽ ഈ ചെടിക്കാണ്. ഇത് ഓച്ചറയിൽ കണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ ചുള്ളിക്ക്, അതിൻ്റെ ശാഖകൾക്ക് നല്ല ബലമാണ്. ഇങ്ങനെയും കേട്ട് ഏതോ ഒരു ജനവിഭാഗക്കാർ അവരുടെ നാട്ടിലെ കുറ്റം ചെയ്യുന്ന പുരുഷന്മാർ ഇതിൻ്റെ കമ്പ് കൊണ്ട് അടിക്കുമെന്ന്. നല്ല ഇരുപ്പതടിയായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ചുള്ളി ഈ യാഗത്തിന് ഹോമത്തിനൊക്കെ എനിക്ക് ഉപയോഗിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു ഇത് കത്തിക്കഴിഞ്ഞാൽ ഔഷധസസ്യമുണ്ടല്ലോ, വായുവിൽ ഏതായാലും എന്തെങ്കിലും ഔഷധങ്ങളൊക്കെ കലരുമായിരിക്കുമെന്ന് ഞാനങ്ങ് വിചാരിക്കുവാണ്. നോക്കൂ, ഇതാണ് ഇതിൻ്റെ കായ്. ഇത് പൊട്ടുമ്പോൾ വരുന്നത് അപ്പൂപ്പൻ തടികളാണ്, അപ്പൂപ്പൻ താടി. ഇത് എഴുതിയിരിക്കുന്നുണ്ടോ, എരിക്ക് തിരുവോണമെന്ന്. ഇതും ഓച്ചിറയിലെ നക്ഷത്രവനത്തിലെയാണ്. തിരുവോണത്തിൻ്റെ നാളാണ്, അല്ല തിരുവോണ നക്ഷത്രക്കാരുടെ നാളാണ് എരിക്ക്. അപ്പോൾ ഈ എരിക്കിൻ്റെ വേരുകൾക്ക് നല്ല ബലമാണ്. ആ വേര് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് കണ്ട, ഇത് കുച്ച് ഗണപതി ശില്പമാണ്. മടാർ ഗണപതി എന്ന് പറയും. മടാർ ആർട്ടെന്ന് ഒരു കരകൗശല വിദ്യ തന്നെയുണ്ട്. ഇത് ഗൂഗിളിൽ നിന്ന് ഞാൻ കിട്ടിയതാണ്. ഇത് എൻ്റെ ഒരു കൂട്ടുകാരി ടീച്ചർ എരിക്കുംകാ പൊട്ടിച്ച് അപ്പൂപ്പൻ താടി വറുത്തുന്നതാണ്. ചിലക്ക് ടീച്ചർ ഇത് എനിക്ക് അയച്ചു തന്നാണ്. ഞാൻ അതും കൂടി ഇവിടെ ചേർക്കുകയാണ് കാണാത്തവർക്ക് വേണ്ടി. ഈ ചെടിക്ക് ശാപദോഷങ്ങളും ഉണ്ട്, നന്മ പുണ്യങ്ങളും ഉണ്ട്. നമ്മൾ വിവേചിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തണം.